ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തർബിയത്തു ക്യാമ്പുകളിൽ പ്രവാചകന്മാരുടെ ചരിത്ര പരമ്പരയാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പിൽ വിശദീകരിക്കപ്പെട്ട യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവ്. മാതാവ് റാഹേൽ ബിൻത്ത് ലാബാൻ. ഈ ദമ്പതികൾക്ക് ലഭിക്കപ്പെട്ട 2 സന്താനങ്ങളാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമും ബിന്യാമീൻ. യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മറ്റു ഭാര്യമാരിൽ കൂടെ ഉണ്ടായ സന്താനങ്ങളാണ് മറ്റു 10 പേർ. അങ്ങനെ മൊത്തം 12 മക്കളാണ് യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല നാമം നൽകിയിട്ടുള്ളത് യൂസുഫ് എന്ന പേരിലാണ്. ആ അധ്യായത്തിൽ തന്നെ 25 പ്രാവശ്യം യൂസുഫ് എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റു 2 അധ്യായങ്ങളിൽ സൂറത്ത് അൻആമിലും സൂറത്ത് ഗാഫിറിലും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പരാമർശിച്ചതായി കാണാം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഫലസ്തീനിലെ കൻആനിലാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അറിയിച്ചത് ഇന്നൽ കരീമ ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി ഇബ്നുൽ കരീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യൻ്റെ മകൻ, മാന്യൻ്റെ മകൻ, മാന്യൻ്റെ മകനായ മാന്യൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ഇസ്ഹാഖ്, അദ്ദേഹത്തിൻ്റെ മകൻ യഅ്കൂബ് നബി, യഅ്കൂബ് നബിയുടെ മകനായി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, മാന്യന്മാരുടെ മകനായ മാന്യൻ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹിയുടെ പരാമർശമുണ്ട്. ഇദാ ഹുവ ഖദ് ഉഅ്തിയ ശത്റൽ ഹുസ്ൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വ്യത്യസ്തമായ സൂറത്തുകളിൽ, ചില ആയത്തുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളായിട്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം സൂറത്ത് യൂസുഫിൽ മാത്രമേ ഉള്ളൂ. ഒരു സമ്പൂർണമായ കഥ, അഹ്സനുൽ ഖസസ്, ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും നല്ല കഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ കഥയാണ്, ചരിത്രമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. ആ കഥ റബ്ബ് ആരംഭിക്കുന്നത് യൂസുഫ് നബി കണ്ട സ്വപ്നത്തിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ
വിഷയം സൂചിപ്പിച്ചിടത്ത് കാണാം സൂറത്ത് യൂസുഫിൻ്റെ ആരംഭഘട്ടം. ഇദ് ഖാല യൂസുഫു ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി. പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നു. ആ കാലമെന്ന് പറയപ്പെടുന്നത് സ്വപ്ന വ്യാഖ്യാനങ്ങൾക്ക് ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള കാലമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സ്വപ്നത്തെ മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മനസ്സിലായി. 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 11 സഹോദരങ്ങളാണ്. ശംസും ഖമറും യൂസുഫ് നബിയുടെ മാതാവും പിതാവുമാണ്. ഈ ഒരു സ്വപ്ന വ്യാഖ്യാനത്തിൽ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തി. ഇതെങ്ങാനും യൂസുഫിൻ്റെ സഹോദരങ്ങൾ അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മനസ്സിലായി എന്നതാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം മകനോട് വിളിച്ചു പറഞ്ഞു, മോനെ, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. മോനെ, ഈ സംഭവം ആരോടും പറയരുത്. എന്തേ കാരണം? ഫയകീദു ലക കൈദാ. ഇതിൻ്റെ വ്യാഖ്യാനം അവരറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരായി തന്ത്രം പ്രയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ശൈത്വാൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് അസൂയ ഇട്ട് കൊടുക്കും. ഏറ്റവും അനുജനായ ഇളയവനായ യൂസുഫിന് വലിയ സൗഭാഗ്യം ലഭിക്കാൻ പോകുകയാണ് എന്ന് സഹോദരങ്ങൾ അറിഞ്ഞാൽ അവർക്ക് അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിശാച് ഇടപെടും. അതുകൊണ്ട് ആരോടും പറയരുത് എന്ന് മകനെ ഉപദേശിച്ചു. എന്താണോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് യഅ്കൂബ് നബി ഭയപ്പെട്ടത് അത് തന്നെ സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം അവതരിപ്പിക്കുന്നത് ഇദ് ഖാലൂ ലയൂസുഫു വ അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ. സഹോദരങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായി. സ്വപ്നത്തിൻ്റെ വിഷയമല്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ബിനിയാമിനോടും പിതാവായ യഅ്കൂബിനോട് പ്രത്യേകമായ ഇഷ്ടം. ആ ഇഷ്ടത്തിന് അസൂയ ഉണ്ടാവുകയാണ് മറ്റു മക്കൾക്ക്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഹബ്ബു ഇലാ അബീനാ മിന്നാ. ഞങ്ങളെക്കാൾ ഒരല്പം സ്നേഹക്കൂടുതൽ പിതാവിന് അവരോടാണല്ലോ. വ നഹ്നു ഉസ്ബത്തും. ഞങ്ങളാകട്ടെ ഒരു പ്രബലമായ വിഭാഗം ഇവിടെയുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനം പറയുന്നത് ഏതുവരെ ആ അസൂയ എത്തി? സ്വന്തം പിതാവിനെക്കുറിച്ച് ആ മക്കൾ പറയുന്ന വാചകം ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ. ഞങ്ങളെ വാപ്പ പിഴച്ചു കേട്ടോ, ഞങ്ങളെ വാപ്പ പിഴച്ചുപോയി, അവരോട് പ്രത്യേകമായ സ്നേഹം, ഞങ്ങളോട് ആ മഹബത്തില്ല എന്ന രൂപത്തിൽ മക്കൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അസൂയ മൂത്ത് ദിവസങ്ങൾ കഴിയുന്നിടത്തോളം അസൂയ മൂക്കുകയാണ്. അവർക്കിടയിൽ ചർച്ചയായി യൂസുഫിനെ പിതാവിൽ നിന്ന് അകറ്റണം, അതല്ലാതെ വേറൊരു വഴിയില്ല. എത്ര കാലമാണോ യൂസുഫ് ഇവിടെ താമസിക്കുന്നത് അത്രയും കാലം ആ മഹബത്ത് മുഴുവനും യൂസുഫിനോടായിരിക്കും, ബിനിയാമിനോടായിരിക്കും. ഞങ്ങൾക്ക് ആ ഇഷ്ടം വേണം. ഒരു വല്ലാത്ത അസൂയ, മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ ഇല്ലാതാക്കണമെന്നുള്ള ശക്തമായ അസൂയ. ആ അസൂയ പിന്നെ എത്തിപ്പെട്ടത് ഒരു ശക്തമായ തിന്മയിലേക്കാണ്. അവർക്കിടയിൽ ചർച്ചയായി യൂസുഫിനെ അകറ്റണം, ഈ വീട്ടിൽ നിന്ന് മാറ്റണം. ആ ചർച്ച നടന്ന് ഏതുവരെ എത്തിയെന്ന് റബ്ബ് പറയുന്നു, ഉഖ്തുലൂ യൂസുഫ അവിത്റഹൂഹു അർളാ യഖ്ലു ലക്കും വജ്ഹു അബീകും
വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. യൂസുഫിനെ ഈ വീട്ടിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ വഖ്തുലൂ, കൊല്ലണം. അസൂയയുടെ പൂക്കണം, അസൂയ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് സ്വന്തം കുടുംബത്തിലുള്ള അനുജനായ യൂസുഫിനെ വധിക്കണമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. പിന്നെ ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു അവർ. പിതാവിൻ്റെ അടുക്കൽ നിന്ന് യൂസുഫിനെയും കൂട്ടി പോകണം, വീട്ടിൽ നിന്ന് പോകണം. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം. പിതാവിനോട് ചോദിക്കുകയാണ്, വാപ്പ, യൂസുഫിനെ ഒരു ദിവസം ഞങ്ങൾക്ക് വിട്ടുതരണം. അർസിൽഹു മഅനാ ഗദാ യർതഅ വയൽഗബ് വഇന്നാ ലഹു ലഹാഫിളൂൻ. വാപ്പനോട് ചോദിക്കുകയാണ്, വാപ്പ, നാളെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്, ഞങ്ങളുടെ കൂടെ യൂസുഫിനെയും വിട്ടുതരണം. അവനൊന്ന് എൻജോയ് ചെയ്യട്ടെ, ഒന്ന് ആഘോഷിക്കട്ടെ. ഈ വീട്ടിൽ നിന്ന് ചടഞ്ഞിട്ടുണ്ടാവും അവർ. ഒന്ന് ആഘോഷിക്കട്ടെ, ഞങ്ങൾ അവനെ കാത്ത് സംരക്ഷിച്ചോളാം, ലഹാഫിളൂ, ഞങ്ങൾ അവനെ നോക്കിക്കോളാം. പക്ഷേ ഈ സന്താനങ്ങളെക്കുറിച്ച് മഹാനായ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നന്നായി അറിയാം. യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് നിങ്ങളുടെ കൂടെ വിടാൻ. ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി വഅഖാഫു അൻ യഅ്കുലഹു الذئب വഅൻതും അൻഹു ഗാഫിലൂൻ. നിങ്ങൾ യൂസുഫിനെയും കൊണ്ട് പോയാൽ നിങ്ങൾ ഗഫലത്തിലായാൽ അവനെ വല്ല ചെന്നായും പിടിച്ചേക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയണ വാചകത, നിങ്ങളങ്ങനെ സന്തോഷിക്കുമ്പോൾ അവിടെ ഉപേക്ഷിച്ചാലോ ഗഫലത്തിലായി പോയാലോ അവനെ വല്ല ചെന്നായും പിടിച്ചേക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. പക്ഷേ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിടാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പോയി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പോയി. അവരവിടുന്ന് അവരുടേതായ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചർച്ചയിലാണ്. നമ്മുടെ അജണ്ട, നമ്മുടെ തീരുമാനം നടപ്പിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തി അജണ്ട ചർച്ച ചെയ്യുകയാണ്. ഒരുപാട് ചർച്ച വന്നു, എന്ത് ചെയ്യണം. ചില സഹോദരങ്ങൾ പറഞ്ഞു അവനെ കൊല്ലാം. പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട മുതിർന്ന ആള്, ഏറ്റവും വയസ്സ് കൂടിയ ആള് പറഞ്ഞു, ഖാല ഖായിലും മിൻഹും ലാ തഖ്തുലൂ, അവനെ കൊല്ലണ്ട, എന്തായാലും നമ്മളെ ചോരപ്പറപ്പല്ലേ, അവനെ കൊല്ലണ്ട. വൽഖൂഹു ഫീ ഗയാബാത്തിൽ ജുബ്ബി, ഒരാഴമേറിയ കിണറിൽ ഇങ്ങനെ താഴ്ത്തിയിട്ടേക്ക്. എന്നിട്ടോ ഏതെങ്കിലും ഒരു സയ്യാറത്ത്, ഏതെങ്കിലും ഒരു യാത്രാ സംഘം വന്ന് അവനെ എടുത്ത് കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് അവനെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ, ഇവിടുന്ന് പോയാൽ പോരെ, കൊല്ലണ്ട എന്ന് അതിലുള്ള മൂത്ത ആൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ പദ്ധതി പ്രകാരം അവർ ആ കിണറ്റിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ താഴ്ത്തി. എന്നിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി പിതാവിൻ്റെ അടുക്കലെത്തിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, യാ അബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ. വാപ്പാ, ഞങ്ങളുടെ ഭക്ഷണമൊക്കെ വെച്ച സ്ഥലത്ത് യൂസുഫിനെ കാവൽ നിർത്തിയിരുന്നു. പക്ഷേ സംഭവിച്ചത് ഫഅകലഹു الذئب, ചെന്നായ പിടിച്ചു. നിങ്ങൾ നോക്കണം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിടൂല എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞ കാരണമുണ്ടല്ലോ, ചെന്നായ പിടിക്കുന്നു, അതേ കാരണം ഇവരെ തലയിൽ വന്നു എന്നാണ്, അതേ കാരണം. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചൊക്കെ ഒരു ബുദ്ധിയുള്ളവരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രം ഇവർ കൊണ്ടുവന്നിരുന്നു. ആ വസ്ത്രം ഇങ്ങനെ ചോര പുരണ്ട വസ്ത്രമൊക്കെ തന്നെയാണ്. പക്ഷേ പിതാവ് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ചെന്നായ തിന്നുകയാണെങ്കിൽ ആ വസ്ത്രം, ആ കുപ്പായം കീറിയിട്ടുണ്ടാകും. കുപ്പായത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, ചോര മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പിതാവിന് മനസ്സിലായി ആ വസ്ത്രം കീറിയിട്ടില്ല. മഹാനായ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകം ഖുർആനിൽ കാണുന്നതറിയോ, വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്, ബിദമിൻ കദിബ്, കള്ളരക്തം എന്നാണ്. യൂസുഫ് നബിൻ്റെ രക്തമല്ല അത്.
യാക്കൂബ് നബിക്ക് മനസ്സിലായി. ആ ഖമീസുമായി വന്നപ്പോൾ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ബിദമിൻ കദിബ്, ഇത് കള്ള രക്തമാണെന്നാണ്. എന്നിട്ടോ ബൽ സവ്വലത ലക്കും അൻഫുസുക്കും അംറാ ഫസബ്റുൻ ജമീൽ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിശക്തമായി ഗംഭീരമായി ക്ഷമിച്ചു. വരാൻ പോണ അനുഗ്രഹങ്ങൾ എന്താണ് സംഭവിക്കാമെന്നും അറിയില്ല, പക്ഷേ എൻ്റെ മകൻ യൂസഫിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. എന്നിട്ടൊരു വാചകം, വല്ലാഹുൽ മുസ്തആൻ. പ്രയാസം ഉണ്ടായാൽ നമുക്കൊക്കെ പറയാം വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും എന്ന് പറഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് നടക്കുന്ന സംഭവം, കിണറിൽ നടക്കുന്ന സംഭവം. ഈ കുട്ടി താഴെയാണ്. ഒരു യാത്രാസംഘം വരുന്നു. ആ യാത്രാസംഘം കിണറിലേക്ക് ദൽവ് ബക്കറ്റ് ഇടുന്നു. ആ ബക്കറ്റിലേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കയറി പിടിക്കുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ മുകളിലേക്ക് ഉയർത്തുന്നു. ആ സമയത്ത് ആ സംഘം പറഞ്ഞു, യാ ബുശ്റാ ഹാദാ ഗുലാം. ഒരു കുട്ടി, കിണറിലൊരു കുട്ടി, സുന്ദരനായൊരു കുട്ടി. ആ കുട്ടിയെയും കൂട്ടി ഇവർ പുറപ്പെട്ടു. പക്ഷേ അള്ളാഹിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. സാധാരണ ഒരു കുട്ടിയെ കിട്ടിയാൽ, ഒരു സൗന്ദര്യമുള്ള കുട്ടിയെ കിട്ടിയാൽ അവരെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ റബ്ബിൻ്റെ തീരുമാനം അതല്ല. അവർക്ക് ഈ കുട്ടിയോട് ഒരു താല്പര്യം തോന്നിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. അവർക്കൊന്നും തോന്നിയില്ല. ആ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് കിട്ടണ പൈസ വാങ്ങുക, അവരതല്ലല്ലോ. അപ്പോൾ കിട്ടിയ ചെറിയ പൈസ, ആ ക്യാഷ് വാങ്ങിയിട്ട് അവരെ വഴിക്ക് പോയി. അത് വാങ്ങിയത് അന്ന് ഈജിപ്ത് ഭരിക്കുന്ന അസീസ് എന്ന രാജാവാണ്. അസീസ് ഈ കുട്ടിയുമായി വീട്ടിലേക്ക് പോയി. അസീസ് വീട്ടിലേക്ക് പോയ ഉടനെ തന്നെ ഭാര്യനോട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന് അവർക്ക് മക്കളില്ലായിരുന്നു. ഒന്നെങ്കിൽ ഭാര്യനോട് പറഞ്ഞു മോനായിട്ട് കൊണ്ടടക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ ഈ കുട്ടീനെ കൊണ്ട് നമുക്ക് വല്ല ഉപകാരം ഉണ്ടായേക്കാം. അങ്ങനെ 2 ലക്ഷ്യമാണ് അസീസിനുണ്ടായത്. അങ്ങനെ കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തി. അവിടെ നിന്നാണ് പിന്നീടുള്ള വളർച്ചയുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട സുലൈഖ ബീവിയും സുലൈഖയും അതുമായി ബന്ധപ്പെട്ടുള്ള ഇനിയുള്ള ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു തർബിയത്ത് ക്യാമ്പിൽ നമുക്ക് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.